ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിലാണ്. ഞാൻ ഇന്നലെ വന്നായിരുന്നു. അപ്പം ഇന്ന് ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണിക്കാം. എസ്പെഷ്യലി ഇന്ന് അച്ഛനെ പറ്റിയിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം അച്ഛനെ ഇന്ന് കാണിക്കാം. ഹലോ, ഇതാണ് അച്ഛൻ. അച്ഛൻ്റെ പേര് അശോകൻ. ഒരു ഹായ് കാണിച്ചേ. ഒരു ഹായ് കാണിക്കേ. ഹായ് ഹായ് പറയ്. ഹായ്. ഹായ്. അപ്പോൾ ഇന്ന് എന്താ രാവിലെ കഴിച്ചാ? എന്ത് കഴിച്ചു ഇന്ന് രാവിലെ? അത് പറ. ഇന്ന് രാവിലെ വല്ലതും കഴിച്ചായിരുന്നോ? എന്തുവാ കഴിച്ച? ഓർത്ത് നോക്കിയേ. മറന്നുപോയാ? ദോശ ചമ്മന്തിയാണോ കഴിച്ചത്? കഴിച്ചാ? ദോശയും ചമ്മന്തിയും കഴിച്ചില്ലേ? ഗുളിക കഴിച്ചാ? ആ അമ്മ തന്നില്ലേ? തരാം. ഒരു പാട്ട് പാടുവോ? ഏതെങ്കിലും ഒരു പാട്ട് പാടുവോ? രണ്ടുപേരും ഓർക്കണുണ്ടോ? ഓർക്കണുണ്ടോ? ഉറങ്ങാൻ പോവുകയാണോ? അച്ഛ നിങ്ങോട്ട് നോക്കും. ഒരു പാട്ട് പാടും. ഇല്ലേ? ഒരു ആറ്റ കാണിച്ചേക്ക്. അച്ഛ ഒരു ആറ്റ കാണിച്ചേക്കെന്നാ. കൈ കൊണ്ടൊരു ഒരു ബൈ പറഞ്ഞേക്ക്. ഇത്രയൊക്കെ ഉള്ളു. എന്നിപ്പോൾ ആൾ ഒരു ഉഷാറല്ല. അതാണ് അങ്ങനെ ഇരിക്കുന്നത്. ഉറക്കം. അച്ഛനെ പറ്റി പറയാനാണെങ്കിൽ അച്ഛന് ഒരു 21 വർഷമായി കട്ടിലേ തന്നെയാണ്. അരയ്ക്ക് കീഴ്പോട്ട് ചലനശേഷി നഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു 21 വർഷമെന്ന് പറഞ്ഞാൽ അതിൽ നിർണായകമായിട്ടുള്ള വർഷം തന്നെയായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ ഞങ്ങൾ തരണം ചെയ്താണ് ഞങ്ങൾ മുന്നോട്ട് വന്നത്. അപ്പം ആ ഒരു ഘട്ടത്തിൽ നമ്മൾക്കൊരു പ്രതിസന്ധി ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് നമ്മൾ തിരിച്ചറിയുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്നവർ സത്യസന്ധരായിരുന്നു, ആത്മാർത്ഥതയുള്ളവരായിരുന്നു എന്നൊക്കെ. അതിപ്പോൾ അച്ഛൻ്റെ കൂട്ടുകാരാണെങ്കിലും സ്വന്തക്കാരാണെങ്കിലും ബന്ധുക്കാരാണെങ്കിലും ഒക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ കാലഘട്ടമാണ്. അച്ഛനാണെങ്കിൽ 2 ചേട്ടന്മാരും ഒരു അനിയനും ഒക്കെയുണ്ട്. പക്ഷേ പല വാക്കുകളൊക്കെ നമ്മളെ മുറിപ്പെടുത്തിയ കാലഘട്ടമായിരുന്നു അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ കൊച്ചു വയസ്സിൽ 3 വയസ്സുള്ളപ്പോൾ അപ്പൂപ്പൻ മരിച്ചു പോയതാണ്. പിന്നെ അമ്മയാണ് ഈ 4 മക്കളെയും വളർത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ, ഒരുപാട് വിദ്യാഭ്യാസമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ തന്നെയും അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത അമ്മയാണ്. പക്ഷേ മാതൃത്വത്തിന് വേറൊരു മുഖമുണ്ടെന്ന് പറയുന്ന പോലെ എന്തോ അച്ഛൻ വീണ് കിടന്നിട്ട് ആ അമ്മ ഒന്നും വന്ന് കണ്ടിട്ട് പോലുമില്ല എന്നതാണ് വാസ്തവം. അപ്പം അതച്ഛന് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം അമ്മമ്മ മരിച്ചിട്ട് കുറേ വർഷമായി. അച്ചാമ്മയെന്നാണ് വിളിക്കുന്നത്. അച്ഛമ്മ മരിച്ചിട്ട് കുറേ വർഷമായി. അപ്പം പിന്നെ അച്ഛന് വളരെ വിഷമമുള്ളൊരു കാര്യമായിരുന്നു. അമ്മയെന്ന് പറയുമ്പോൾ നമ്മൾ മാതൃത്വം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ ഒരു എന്താണ് ഇപ്പം ഈ ലോകത്തേക്ക് നമ്മൾ കാണുന്നതല്ലേ, മാതൃത്വത്തിൻ്റെ വേറിട്ട മുഖങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മളത് അനുഭവിച്ചതാണ്. എന്തുകൊണ്ടാണ് വന്നില്ല എന്നതിൽ അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങളുണ്ടാവാം. പക്ഷേ എങ്കിലും നമ്മൾ ആഗ്രഹിക്കുമല്ലോ. അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അമ്മേനെ ഒന്ന് കാണണമെന്നൊക്കെ. അവസാന നിമിഷവും മരിച്ച സമയത്തൊന്നും അച്ഛനെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാഹചര്യം അല്ലായിരുന്നു. കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ് അടക്കുന്നതിന് ഏകദേശം ഒരു 2 മണിക്കൂർ മുൻപാണ് ഞങ്ങളറിയുന്നത്. അപ്പം ഞാനും അമ്മയും ഹോസ്പിറ്റലിൽ നിൽക്കുകയാണ്. അവിടുന്ന് ഞങ്ങൾ പോരുന്നത് തന്നെ 4 മണിയോട് 5 മണിക്കായിരുന്നു അടക്കുക. അവിടുന്ന് വന്ന് നേരെ ഞങ്ങൾ പോകുമായിരുന്നു. അച്ഛനെ കൊണ്ടുപോകാനുള്ള അച്ഛന് ആഗ്രഹം കാണുമായിരുന്നിരിക്കാം. പക്ഷേ അന്നൊരു സാഹചര്യത്തിൽ ഞാനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വേറെ ആരും അച്ഛനെ കൊണ്ട് കാണിക്കണമെന്നോ ഒരു ഇനിഷ്യേറ്റീവ് ആരുടെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല. അപ്പോൾ അതൊക്കെ അച്ഛനെ സംബന്ധിച്ച് ചിലപ്പം മനസ്സിലുണ്ടാവും. എങ്കിലും ആൾ ഹാപ്പിയാണ്. ഞങ്ങളെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അമ്മയാണ് A to Z കാര്യങ്ങളെല്ലാം ചെയ്യുന്ന അമ്മയാണ്. അച്ഛനിപ്പോഴും അച്ഛൻ അങ്ങനെ നിലനിന്നുകൊണ്ട് പലരും ആ സമയത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ്റെ ചെടിത്തിമാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ അന്ന് അവരുടെ മാനസിക തലം വെച്ചിട്ടായിരിക്കാം അന്ന് പറഞ്ഞത്. നമ്മളവരെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല. അവർ പറഞ്ഞു അന്ന് വീണപ്പോഴേ ആൾ പോയിരുന്നെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു പോയെന്നായിരുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ള അച്ഛൻ നിലനിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ രക്ഷപ്പെട്ടു പോയത്. ഞങ്ങൾക്കൊരു ആത്മബലവും ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു ഊർജ്ജവും എനിക്കും
എൻ്റെ അമ്മയ്ക്കും എൻ്റെ അനിയത്തിക്കുമൊക്കെ കിട്ടിയത് അച്ഛൻ നിലനിന്നുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ 21 വർഷമായി കേൾക്കുന്നവരെല്ലാവരും ഭയങ്കര ഇതായിട്ടെങ്കിലും പറയുമെങ്കിലും ഞങ്ങളുടെ അച്ഛനെന്ന് പറയുന്നത് ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാണ്. അപ്പോൾ അതിന് നിലനിർത്താൻ വേണ്ടിയിട്ടും അച്ഛന് വേണ്ടിയിട്ടും ഓരോ കാര്യങ്ങളും എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാനും എൻ്റെ അനിയത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വലിയ വലിയ കാര്യങ്ങൾ അവളും ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്പം കുഴപ്പമില്ല. ഇടയ്ക്ക് ഇത്തിരി മെമ്മറിയുടെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഇടയ്ക്ക് നല്ല ആക്റ്റീവാകും. ചില സമയങ്ങളിൽ ആൾ ഒന്നും മിണ്ടത്തില്ല. എങ്കിലും സന്തോഷവാനാണ്. അങ്ങനെ ഇരിക്കുന്നു. കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നു. പിന്നെ ഇടയ്ക്ക് ബെഡ് സോറിൻ്റെയൊക്കെ വിഷയങ്ങളുണ്ടായിരുന്നു. നല്ല രീതിയിൽ നല്ല മുറിവുണ്ടായിരുന്നു. കുറേ വർഷങ്ങളോളം ഉണങ്ങാത്ത മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പം ഒരുവിധം ഉണങ്ങി കാര്യങ്ങളൊക്കെ ഇതായിട്ടൊക്കെ പോകുന്നു. പിന്നെ കുഴപ്പമില്ല. ഇടയ്ക്കിടയ്ക്ക് പ്രശ്നങ്ങളുണ്ടാവും. അസുഖങ്ങളും യൂറിനറി ഇൻഫെക്ഷനും കാര്യങ്ങളും ഛർദിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. ഹോസ്പിറ്റലിലൊക്കെ പോയി അതൊക്കെ റെഡിയായി ഒന്ന് ഓക്കെ ആയിട്ടൊക്കെ വരും. ചില സമയത്തൊക്കെ അങ്ങനെയാണ്. എനിക്ക് അങ്ങനെ തോന്നി എൻ്റെ അച്ഛനെ പറ്റി ഒന്ന് പറയണമെന്ന്. ഞങ്ങളിത് അനുഭവിച്ച അനുഭവങ്ങളെന്നൊക്കെ പറയുന്നത് വളരെ തീവ്രമാണ്. അത് ചിലർക്കൊക്കെ അത് കേൾക്കുമ്പോൾ അവരുടെ ജീവിതമായിട്ട് കണക്റ്റായിട്ട് തോന്നും. അതൊക്കെ ഇനി എപ്പോഴായിട്ടെങ്കിലും ഒക്കെ ഒരിക്കൽ പറയാം. അച്ഛൻ നന്നായിട്ട് പാട്ടൊക്കെ പാടും. അച്ഛന് ഇപ്പം മടി പിടിച്ചങ്ങനെ ഇരിക്കുന്നതാണ്. ഇടയ്ക്ക് നന്നായിട്ടൊക്കെ പാട്ട് പാടും. അച്ഛനെപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അച്ഛൻ തന്നെ കണ്ടെത്താറുണ്ട്. അതിനുള്ള ഊർജ്ജമൊക്കെ ഞങ്ങളിലേക്കും അച്ഛൻ പകരാറുണ്ട്. എന്ത് പ്രതിസന്ധി ഘട്ടമൊക്കെ വന്നാലും അച്ഛനോട് ചോദിക്കും. അപ്പോൾ അച്ഛൻ അതിനായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. ശരിക്കും എന്താണ് ഒരു ബലമാണ്, നമുക്കൊരു ആത്മബലമാണ് അച്ഛനെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ.